ഞാൻ ദിവസവും സ്വാമിയുടെ പ്രഭാഷണം കേൾക്കുന്നുണ്ട്. കുറേയേറെ അതിൽ നിന്ന് എനിക്ക് അറിവ് ലഭിച്ചിട്ടുണ്ട്. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കും. സന്തോഷം. എല്ലാം ഒന്നും പ്രാവർത്തികമാക്കണ്ട, അവനവന് സ്വീകാര്യമാണെന്ന് തോന്നുന്നത് മാത്രം. കാരണം ചിദാനന്ദപുരി സ്വാമി പറയുന്നതിലും തള്ളാൻ കുറേ ഉണ്ടാവും. എല്ലാം ഒന്നും സ്വീകരിക്കാൻ മാത്രമുള്ളതാവില്ല. അതെന്തിനാ സ്വാമി തള്ളാനുള്ളത് സ്വാമി പറയണത്? കൊള്ളാനുള്ളത് മാത്രം പറഞ്ഞാൽ പോരെ? തീർച്ചയായിട്ടും ഒരാളോട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, ശ്രദ്ധിക്കുക, ഒരാളോട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഒട്ടും തള്ളാനില്ലാത്ത മുഴുവൻ കൊള്ളാനുള്ളത് മാത്രം പറഞ്ഞു കൊടുക്കാം. പക്ഷെ ഒരു സമൂഹത്തോട് സംസാരിക്കുമ്പോൾ പല തലങ്ങളെ ലക്ഷ്യം വെച്ചിട്ടാണ് പറയുക. അപ്പോൾ ഒരാളെ സംബന്ധിച്ച് സ്വീകരിക്കേണ്ടതും സ്വീകരിക്കേണ്ടാത്തതും അതിലുണ്ടാവും. ഇത് ആരുടെ പ്രസംഗത്തിലും ഉണ്ടാവും. അതുകൊണ്ട് സ്വീകാര്യമായത് മാത്രം സ്വീകരിക്കുക, തള്ളേണ്ടതിനെ തള്ളുക. ഇതാണ് സത്യസന്ധമായി പറയാനുള്ളത്. എനിക്കൊരു സംശയമുണ്ട്. കുടുംബത്തിൽ മരണം നടന്നാൽ വീട്ടിലല്ല, ഒരു വർഷം കഴിയാതെ ഓണം, വിഷു എന്നിവ ആഘോഷിക്കാൻ പാടില്ല എന്നൊരാചാരം, അത് ശരിയാണോ? എന്തിനാ ആവശ്യം? നമ്മുടെ വീട്ടിൽ തന്നെ മരണം നടന്നാൽ, വീട്ടിലല്ല, കുടുംബത്തിലല്ല, വീട്ടിൽ തന്നെ നടന്നാൽ, നമ്മൾ ആ ജീവന്റെ ഉദ്ഗതി പ്രാർത്ഥിച്ചുകൊണ്ട്, സദ്ഗതി പ്രാർത്ഥിച്ചുകൊണ്ട്, അമ്മയ്ക്ക്, അച്ഛന്, അമ്മമ്മയ്ക്ക്, അമ്മച്ചന്, അച്ഛമ്മയ്ക്ക്, അച്ഛച്ചന്, സമാനമായി മാനിക്കേണ്ടവർക്ക്, മനസ്സിലായില്ലോ? അച്ഛൻ്റെ ചേച്ചി, അച്ഛൻ്റെ ജ്യേഷ്ഠൻ, അമ്മയുടെ ജ്യേഷ്ഠൻ, അനുജൻ, അങ്ങനെയുള്ളവർ, അഖില പിതൃക്കൾ, ഇവർക്ക് സദ്ഗതി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് പിതൃകർമ്മങ്ങൾ ചെയ്യണം. അങ്ങനെ ശ്മശാനകർമ്മം നടന്ന ദിവസം മുതൽ ചുരുങ്ങിയത് +10, 11, ഇനി ചിലപ്പോൾ ചില ഇടങ്ങളിൽ, ചില സമുദായങ്ങളിലൊക്കെ 16, എന്തു തന്നെയാണ് വെച്ചാലും അത്ര ദിവസം നടന്ന് ആ ശൗചം വീട്ടിൽ കഴിഞ്ഞാൽ പിന്നെ ആ ചടങ്ങുകൾ കഴിഞ്ഞു. പിന്നെ പ്രതിവർഷം നമ്മൾ ശ്രാദ്ധ ഊട്ടുകയാണ് ചെയ്യുക. അതുവരെ ഒരു ആചരണത്തിനും ലോപം വരുത്തേണ്ടതില്ല. ഇതാണ് സാമാന്യം. എന്നാൽ വിശേഷം എന്തെന്ന് ചോദിച്ചാൽ, ചിലര് വാർഷികീ ദീക്ഷ എടുക്കാറുണ്ട്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വ്രതമെടുത്തുകൊണ്ട് ഓരോ മാസവും ആ തിഥിയിൽ ശ്രാദ്ധമൂട്ടുന്ന ചടങ്ങുണ്ട്. അത് ഒരു വർഷം പൂർത്തിയായാലേ കഴിയുള്ളൂ. അത്തരം വ്യക്തികൾ, വീടല്ല, അത്തരം വ്യക്തികൾ ആ ഒരു വർഷം പൂർണ്ണമായി പിതൃയജ്ഞത്തിൽ വ്യാപരിക്കണം. അവർ മറ്റൊരു സംസ്കാരം ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു സംസ്കാരരഹിതന്മാരായിട്ട് ജീവിക്കണം. സംസ്കാരരഹിതന്മാരെന്ന് പറഞ്ഞാൽ എന്താ ഇപ്പം പറയുക? തലമുടി ചീകി വയ്ക്കുക, നഖം മുറിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, പൊട്ട് തൊടുക, കൺമഷിയിടുക, അങ്ങനെയൊക്കെ ഇല്ലേ? അതൊക്കെ സംസ്കാരങ്ങളാണ്. അതൊന്നും ചെയ്യാതെ അവർ ജീവിക്കുക. എത്ര കാലമാണോ ആ വാർഷികീ ദീക്ഷ പൂർത്തിയാവുന്നവരെ. ഇങ്ങനെ ചില ക്രമങ്ങൾ കൂടുതലുണ്ട്. 12 വാർഷിക ദീക്ഷ സ്വീകരിച്ച ആളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, 12 കൊല്ലം നീണ്ടു നിൽക്കുന്ന. പക്ഷെ സാമാന്യമായിട്ട് 11 അഥവാ 16 ദിവസങ്ങൾ പാലിച്ചാൽ മതി എന്നുള്ളതാണ് പറയാനുള്ളത്. അടുത്തത്, അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ബ്രാഹ്മണർക്ക് 11 ദിവസം പുലാചരണം നടത്തുമ്പോൾ പുറത്തുള്ള മറ്റുള്ളവർക്ക് എന്തിനാണ് 16 ദിവസം പുലാചരിക്കണമെന്ന് സ്വാമിജി പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടില്ല. പറയാത്തത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട് എന്നാ പറഞ്ഞത് നാട്ടിൽ. അപ്പൊ സ്വാമിയുടെ അഭിപ്രായം എന്താ? എൻ്റെ അഭിപ്രായം 2 ആഴ്ച, സാമാന്യ രോഗപ്പകർച്ചയുടെ ഒരു കാലം, എല്ലാ രോഗങ്ങളുടെയും പകർച്ചക്കാലാവധിയല്ല, സാമാന്യ പകർച്ചവ്യാധികളുടെ ഒരു കാലം 2 ആഴ്ചയാണ്. അപ്പം എന്ത് കാരണം കൊണ്ട് അയാൾ മരിച്ചത് നമുക്കറിയില്ല. അപ്പം ഈ 2 ആഴ്ച കാലമെങ്കിലും ബാഹ്യ സമൂഹവുമായി ഇടപഴകാതിരുന്നാൽ നല്ലതാ. ബാഹ്യ സമൂഹത്തിൽപ്പെട്ടവർ അവിടെ ഇടപഴകി കഴിഞ്ഞാൽ അണുനാശക ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് കുളിച്ചിട്ട് വേണം മറ്റ് വ്യവഹാരങ്ങളിലേക്ക് കടക്കാൻ.
അതാണ് നമ്മുടെ അഭിപ്രായം. അല്ലാണ്ട് അവിടെ സമുദായ ഭേദം ജാതി ഭേദമൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, ഒട്ട് പറയുകയില്ല. എങ്ങനെയാണോ കുടുംബത്തിൽ ആചരിച്ച് വരുന്നത് അങ്ങനെ ആചരിച്ചോളൂന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ചോദ്യം, കർമ്മം ചെയ്യുന്നവർ മാത്രം പോലെ ആചരിച്ചാൽ മതിയോ? ഇവരുടെ കുടുംബത്തിലെ പോലെ നമുക്ക് ബാധകമല്ലേ? കർമ്മം ചെയ്യുന്നവർ എന്നല്ല, ചെയ്യേണ്ടവർ എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ നമ്മുടെ അമ്മ, അച്ഛൻ, അമ്മയുടെ അമ്മ, അമ്മയുടെ അച്ഛൻ, അച്ഛൻ്റെ അമ്മ, അച്ഛൻ്റെ അച്ഛൻ, 6 ഏഴാമതായിട്ട് അഖില പിതൃക്കൾ എന്നുള്ളൊരു ഗണം വരും. ഈ അഖില പിതൃക്കളിൽ നമ്മൾ ആരെയാണ് എടുക്കുക? മാതൃപിതൃ സമാനന്മാരായി മാനിക്കപ്പെടേണ്ടവർ എന്നാണ്. ഇതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാട്ടോ. അതുകൊണ്ട് തർക്കത്തിലേക്കൊന്നും നമ്മളില്ല. അതായത് അമ്മയുടെ ചേച്ചി, അമ്മയുടെ അനിയത്തി, അച്ഛൻ്റെ ജ്യേഷ്ഠൻ, അച്ഛൻ്റെ അനുജൻ, ഇവരാണ് മാതൃപിതൃ സമാനന്മാരായിട്ട് എടുക്കേണ്ടവർ. ഇത്രയ്ക്ക് മതി പുലാചരണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അല്ലാണ്ട് കുടുംബത്തിൽ ആരാണ്ടെങ്കിലും മരിച്ചു എന്നും പറഞ്ഞിട്ട് അമ്പലത്തിലും പോവാതിരിക്കുക, അത് വയ്യ. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ നമ്മളൊക്കെ ഒരു കുടുംബാ. അപ്പോൾ ഒരു ദിവസം അമ്പലത്തിൽ പോകാൻ പറ്റില്ല. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഒരു പരിധി വെക്കേണ്ട ഇതിന്. അത് ശ്രദ്ധിക്കുക. അതാണ് അഭിപ്രായം.